വയനാട്ടിൽ 7 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് പയ്യോളിയിലും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഷിഗല്ല അമിതമായിട്ട് പരക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ ഷിഗല്ല എങ്ങനെ പടരുന്നു, അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പലർക്കും ഇപ്പോഴും അറിയത്തില്ല. ആദ്യം ഷിഗല്ല എങ്ങനെ പരക്കുന്നു നമുക്കൊന്ന് നോക്കാം. മലിനമായ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കുടിക്കുമ്പോഴോ കഴിക്കുമ്പോഴോ ആണ് ഷിഗല്ല കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത. പിന്നെ ഷിഗല്ല ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ കൈകൾ പ്രോപ്പറായിട്ട് കഴുകാതെ ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോഴും ഇതേപോലെ ഷിഗല്ല ഉണ്ടാകും. പിന്നെയെന്ന് പറഞ്ഞാൽ രോഗബാധിതരുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ, കുട്ടികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അവർക്ക് പകർന്നു കിട്ടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഡേ കെയർ സെന്ററുകളിൽ നിന്ന് ക്ലോസ് കോണ്ടാക്റ്റിലൂടെ പകർന്നു കിട്ടുമ്പോഴാണ്. ഷിഗല്ല പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വയറിളക്കം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലഡ് അല്ലെങ്കിൽ മ്യൂക്കസ് കലർന്നിട്ടായിട്ടുള്ള വയറിളക്കം ഉണ്ടാകുക, പനി, ഛർദിൽ, പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, ഉറക്കമില്ലായ്മ, ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ടുണ്ടാകുന്നത്. സാധാരണയായിട്ട് ഈ രോഗം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ ദിവസം മുതൽ 3ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലക്ഷണങ്ങൾ കാണപ്പെടാൻ തുടങ്ങും. ഷിഗല്ല ബാധിച്ചു കഴിഞ്ഞാലുള്ള ഡീപ്പായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അമിതമായ ഈ വയറിളക്കം കാരണം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന ക്ഷീണമാണ് ഒരു പ്രധാന കോംപ്ലിക്കേഷൻ. പിന്നെ നമ്മുടെ കുടലിലും ബ്ലഡിലും ഒക്കെ അമിതമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ കുട്ടികളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ സീഷസ് അഥവാ ഈ ജന്നി വരുന്ന പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഷിഗല്ല വരുന്നത് തടയാനായിട്ട് നമ്മൾ ഭക്ഷണത്തിന് മുമ്പും പിന്നെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം നന്നിട്ട് പാചകം ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകി മാത്രം ഉപയോഗിക്കുക. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ വാഷ്റൂം ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ക്ലീൻ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓർക്കുക, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ കൈകൾ, ശുദ്ധമായ ഭക്ഷണം, ഇതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഷിഗല്ലേനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.